ഹലോ ഗൈസ്, എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയ പ്രൊമോ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ സച്ചിക്ക് വെളിവൊക്കെ വീണു കേട്ടോ. പിറ്റേ ദിവസം രാവിലെ സച്ചി ഇങ്ങനെ എഴുന്നേറ്റപ്പോഴത്തേനും രേവതി ദേഷിച്ച് നിൽക്കുകയാണ്. അപ്പോഴത്തേനും രേവതിയെ കണ്ട സച്ചി പറയുന്നുണ്ട്, എന്തൊരു ശബ്ദമാണ്, എന്തൊരു സൗണ്ടാണ്, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കയറി ഒച്ചത്തിൽ സംസാരിക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ രേവതിയോട് പറയുകയാണ് കേട്ടോ. അതായത് രേവതിയെ സച്ചി ഓരോന്നൊക്കെ പറയുമ്പോഴും രേവതി പ്രതികരിച്ച് നിൽക്കുമെന്ന് സച്ചി കരുതിയില്ല കേട്ടോ. രേവതി നല്ല രീതിയിൽ പ്രതികരിച്ച് തന്നെയാണ് നിന്നെ. കാരണം രേവതിയുടെ ഭാഗത്ത് തെറ്റുകളില്ല, രേവതി ആർക്കും ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന രീതിയിലാണ് രേവതി കാര്യങ്ങൾ ചെയ്തത്. പക്ഷേ സച്ചി ആ രീതിയിൽ എടുത്തില്ല. സച്ചി രേവതി സച്ചിയെ തകർക്കാൻ വേണ്ടിയാണെന്നുള്ള രീതിയിലാണ് സച്ചി എടുത്തത്. അങ്ങനെയാണ് രേവതി ഒരുപാട് സച്ചി മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചത് തന്നെ. പക്ഷേ ഇതെല്ലാം രേവതി നല്ല രീതിയിൽ പ്രതികരിച്ച് തന്നെയാണ് നിന്നത്. അവസാനം രേവതി പറയുന്നുണ്ട്, നിങ്ങളുടെ ഭാഗത്ത് എന്ത് ന്യായമാണുള്ളത്? എൻ്റെ ഭാഗത്ത് ന്യായം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ആ രീതിയിൽ നിങ്ങളോടത് പറയാതെ നിന്നതും അതിനൊരു കാരണമുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ രേവതി നല്ല രീതിയിൽ തന്നെ തിരിച്ചു പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന അച്ഛൻ സച്ചിയോട് പറയുന്നുണ്ട്, ഇപ്പം എങ്ങനെയുണ്ട്, നീ എന്ത് പറയുമ്പോഴും മിണ്ടാതെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന രേവതിയാണോ നീ ഇപ്പം കണ്ടതെന്ന് ചോദിക്കും. അല്ല, രേവതി എല്ലാത്തിനും പ്രതികരിക്കുന്നുണ്ട്. കാരണം രേവതിയുടെ ഭാഗത്ത് തെറ്റുകളില്ല. നിന്നെ സ്നേഹിക്കുന്നവരെ നീ മനസ്സിലാക്കാൻ ശ്രമിക്കണം മോനെ എന്നുള്ള രീതിയിൽ നമ്മുടെ അച്ഛന് നമ്മുടെ സച്ചിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ആ അച്ഛനെ ഭയങ്കര ഒരുപാട് ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു ഭാഗം, അച്ഛൻ്റെ ഒരു ഭാഗം എനിക്ക് ഒരുപാട് സംസാരവും ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല രീതിയിലാണ് ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരെയും നീ മനസ്സിലാക്കണം, അല്ലാതെ എടുത്തു ചാടി പ്രതികരിക്കരുത്. എന്തിനു വേണ്ടിയാണോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണമെന്ന് അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ചാനൽ അതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്തോട്ട് കാണാം. ബൈ.